ഹലോ ഗൈസ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വൈകുന്നേരം നാളെ രാവിലെ 6:30 നടക്കുന്ന നമ്മുടെ അർജന്റീന വിസ് നമ്മുടെ സ്വിറ്റ്സർലൻഡ്, അതെ, മൊറോക്കയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലൻഡ് മുന്നേറി. സ്വിറ്റ്സർലൻഡ് അങ്ങനെ നമ്മുടെ ക്വാർട്ടറിൽ നേരിടുകയാണ് നമ്മുടെ അർജന്റീന വിസ് സ്വിറ്റ്സർലൻഡ്. ലോകത്തെമ്പാടുമുള്ള കാണികളുടെ കാത്തിരിക്കുകയാണ് മെസ്സിയുടെ ഒരു രണ്ട് കളിയും കൂടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ മെസ്സി സെമി ഫൈനൽ. അതുകൊണ്ട് രണ്ട് കളിയും കൂടെ കഴിഞ്ഞ കപ്പാണ്. ഈ കളി വിജയിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ രണ്ടാമത് വേൾഡ് കപ്പ് മെസ്സി മുത്തുമിടുമോ നമുക്കറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെ യൂറോപ്പിലെ തന്നെ ഏറ്റവും അച്ചടക്കമുള്ള രാജ്യം, ഏറ്റവും അച്ചടക്ക ടീമുകളിൽ ഒന്നായ സ്വിറ്റ്സർലൻഡ് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ കളിച്ച് മുന്നേറുന്ന ടീമാണ് സ്വിറ്റ്സർലൻഡ്. അങ്ങനെ കൊളംബിയോ പറഞ്ഞു മാറിപ്പോയി, ക്ഷമിക്കണം. കൊളംബിയ അട്ടിമറിച്ചാണ് നമ്മുടെ സ്വിറ്റ്സർലൻഡ് വന്നിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു ടീം തന്നെയാണ് സ്വിറ്റ്സർലൻഡ്. ഇത് സാധാരണ ഒരു ക്വാർട്ടർ മത്സരമല്ല. നമ്മുടെ മിഷി ഒരു സ്ഥലത്ത് ലോകത്തിൻ്റെ മിഷിക തന്നെ ആണ്. മിഷികയുടെ നേതൃത്വത്തിൽ കിരീടം നേടാൻ ഇറങ്ങുന്ന ടീമും മറ്റൊരു ടീമിലെ പ്രതിരോധവും മികച്ച വർക്കും കൊണ്ട് മാത്രം എതിരാളികളെ ബുദ്ധിമുട്ടിക്കുന്ന സ്വിറ്റ്സർലൻഡ്. അങ്ങനെ വളരെ ഒരു മികച്ച കളി തന്നെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ രണ്ട് ടീമുകളുടെയും ലോകകപ്പിൻ്റെ യാത്ര, അവരുടെ ദൗർബല്യങ്ങൾ, അവരുടെ പ്ലസ് പോയിന്റുകൾ, ഈ മത്സരത്തിൽ വിജയിച്ച ശേഷം ഇനി അവരുടെ അടുത്ത മുന്നേറ്റങ്ങൾ, അടുത്ത ടീമുകൾ ആരൊക്കെയായിട്ടാണ് മത്സരിക്കേണ്ടത്, അങ്ങനെ വിശദമായ എല്ലാം ഈ വീഡിയോയിലുണ്ടാവും. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ എൻ്റെ പ്രൊഡിക്ഷൻ എന്തായാലും അതും ഉണ്ടാകും. നിങ്ങൾക്കും നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ചെയ്യാം. ആര് ജയിക്കും എന്നുള്ളത് നമ്മുടെ പ്രൊഡിക്ഷൻ നമുക്ക് ഈ വീഡിയോയിൽ എൻ്റെ പ്രൊഡിക്ഷൻ അവസാന ഭാഗത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായി കാണുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ നിലവിൽ ലോകത്തിലെ ലോകകപ്പ് ചാമ്പ്യന്മാരായ അർജന്റീന രണ്ടാമത്തെ വേൾഡ് കപ്പ്, അതായത് തുടർച്ചയായ രണ്ടാം വേൾഡ് കപ്പ് ലക്ഷ്യമിട്ടാണ് ഈ വേൾഡ് കപ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അവർ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അങ്ങനെ എന്താ പറയുക, ആരാധകരുടെ വിശ്വാസം നേടിയാണ് അവരെത്തിക്കുന്ന നമ്മുടെ മെസ്സിയായ മെസ്സി. അങ്ങനെ ഗോൾഡൻ ബൂട്ടിനുള്ള മത്സരത്തിലുമാണ്. കൂടെ എംബാപ്പയും ഉണ്ട് ഫ്രാൻസിൻ്റെ. അങ്ങനെ നോക്കൗട്ട് റൗണ്ടിൽ നമ്മുടെ കോപ്പ വെർഗയെ അധിക സമയ പോരാട്ടത്തിനൊടുവിലാണ് നമ്മളെ മെസ്സിയും കൂട്ടരും മറികടന്നത്. അത് നല്ല മത്സരം തന്നെയായിരുന്നു. കൂടാതെ ഈജിപ്തിന് 2 ഗോളുകൾക്ക് പിന്നിട്ട ശേഷം മാത്രം അവർ തിരിച്ചു വന്നു. 3 ഗോൾ അടിച്ചവർ ഗോൾ ജയിച്ചു. നമ്മുടെ മെസ്സി മുന്നിൽ നിന്ന് നയിച്ചു. നമ്മുടെ പെനാൽറ്റി ഓരം നഷ്ടപ്പെടുത്തി മെസ്സി. എന്നിട്ട് മെസ്സി തിരിച്ചു വന്ന ടീമിനെ 3-2 ടീമിനെ വിജയിപ്പിച്ചു. അങ്ങനെ വളരെയധികം നഷ്ടപ്പെട്ടത് തിരിച്ചെടുത്ത്, അതായത് പുറകിൽ നിന്നിട്ട് മുന്നിലേക്ക് നയിപ്പിച്ച ടീമാണ്. അതായത് ഏതൊരു അവസാന നിമിഷം വരെ മെസ്സിയും കൂട്ടരും ഭയക്കണം. കാരണം ഏതൊരു അവസാന നിമിഷം വരെ മെസ്സിയും കൂട്ടരും തിരിച്ചടിക്കും. അങ്ങനത്തെ ശേഷിയുള്ള ടീമാണ്. തോൽവിയിൽ പതറാത്ത, അതായത് പിന്നിട്ട് നിന്നാലും മുന്നിട്ട് വന്നെന്ന് ഉറച്ചു ഉള്ള ടീമാണ് മെസ്സിയും കൂട്ടരും. അതുകൊണ്ട് തന്നെ അർജന്റീന സ്വിറ്റ്സർലൻഡ് പേടിച്ചേ പറ്റൂ. അർജന്റീനയുടെ പ്രധാന താരങ്ങൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന പോലെ 39-ാം വയസ്സിലും വേൾഡ് കപ്പ് കളിക്കുന്ന നമ്മുടെ ലയണൽ മെസ്സി. ഇനിയൊരു വേൾഡ് കപ്പിന് പുള്ളി ഉണ്ടോ എന്നറിയത്തില്ല. പുള്ളി ഇനിയും കളിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മെസ്സി കൂടാതെ മെസ്സിക്ക് അസിസ്റ്റ് നൽകാൻ ഇഷ്ടം പോലെ താരങ്ങൾ, അതായത് മെസ്സിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ അർജന്റീനയിൽ ഓരോ കളിക്കാരും വളരെയധികം ആത്മാർത്ഥമായിട്ട് കളിക്കുന്നു. നമ്മുടെ എൻസോ ഫെർണാണ്ടസ്, അലസ്റ്റിൽ, ഡീപോൾ എന്നിവരെല്ലാം മധ്യനിര കറക്റ്റായിട്ട് നിയന്ത്രിക്കുന്നു. അവരെല്ലാം കറക്റ്റായിട്ട് മെസ്സിക്ക് പന്ത് കൊടുക്കുന്നു, മെസ്സിനെ ഗോൾ അടിപ്പിക്കുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ അൽവാരസും മുന്നേറ്റ അൽവാരസും മെസ്സിയുമാണ് പ്രധാനമായ താരങ്ങൾ. അവരെല്ലാം നമ്മളെ നന്നായിട്ട് കളിക്കുന്നു. പിന്നെ നമ്മുടെ പ്രതിരോധത്തിൽ റൊമേരോ, ലിസാൻഡ്രോ മാർട്ടിനസ് എല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് നമ്മുടെ ഈ അർജന്റീന ഇപ്പോൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലൻഡ് നല്ലൊരു വെല്ലുവിളി തന്നെയായിരിക്കും. അർജന്റീന താരങ്ങളല്ല, ലോകോത്തര താരങ്ങളാണ്. മെസ്സി സൃഷ്ടിക്കുന്ന പാസുകളും ഫ്രീക്കുകളും അപാരം തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒന്നാണ് മിഡ്ഫീൽഡിലെ മികച്ച നിയന്ത്രണം, പിന്നിലായാലും തിരിച്ചു വരാനുള്ള അവരുടെ ശക്തി, എല്ലാ മത്സരങ്ങളിലും വലിയ മത്സരങ്ങളിലും അനുഭവ പരിചയം എല്ലാം അർജന്റീനയ്ക്ക് അനുകൂലമാണ്. അതുപോലെ ഒരുപാട് ദൗർബല്യവും അർജന്റീനയുടെ ഉണ്ട്. 2 നോക്കൗട്ട് മത്സരങ്ങളിലും ഗോൾ വഴങ്ങിയ ടീമാണ് അവർ പ്രതിരോധത്തിൽ ചില സമയത്ത് ഏകോപനം നഷ്ടപ്പെടുന്ന രീതിയാണ്. കാരണം തുടക്കത്തിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയിലേക്ക് ഇടയ്ക്ക് പോകുന്നുണ്ട്. കൗണ്ടർ അറ്റാക്ക് നേരിടുമ്പോൾ പ്രതിരോധം സമ്മർദ്ദത്തിലാക്കാറുണ്ട്. സ്വിറ്റ്സർലൻഡിനെ പോലുള്ളൊരു ടീമിന് ഇത്തരം ചെറിയ പിഴവ് മതി, അത് വലിയ വില കൊടുക്കേണ്ടി വരും മെസ്സിക്കും കൂട്ടർക്കും. അതുകൊണ്ട് തന്നെ മെസ്സി നല്ല രീതിയിൽ തന്നെ കളിക്കും, അർജന്റീന നല്ല രീതിയിൽ തന്നെ കളിക്കും, നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ നമ്മൾ സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡിലേക്ക് ഇപ്പോൾ ഏറ്റവും അണ്ടർ റേറ്റഡ് ടീമുകളിൽ ഒന്നാണ് സ്വിറ്റ്സർലൻഡ്. കാരണം വാർത്തകളിലൊന്നും അധികം ഇടം പിടിക്കാതെ ഓരോ മത്സരവും അവരുടേതായ രീതിയിൽ കളിച്ച് നൈസായിട്ട് എന്താ പറയണേ
അവരവരുടെ കാര്യം നോക്കി പോകണു എന്നുള്ള രീതിയിൽ അധികം വലിയ താരങ്ങളിലേക്കോ പ്രബലമായ ടീമോ അങ്ങനെയൊന്നുമല്ല. അവരവരുടെ കളി കളിച്ച് നല്ല അച്ചടക്കത്തോടു കൂടി പോകുന്ന ടീമാണ് നമ്മുടെ സ്വിറ്റ്സർലൻഡ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാൻ മുന്നേറിയെങ്കിലും നോക്കൗട്ടിലും അവർ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. നല്ലൊരു കൂട്ടായ്മയാണ് അവരുടെ ശക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ പ്രധാന താരങ്ങൾ എന്ന് പറയുന്നത് ഷാക്കയാണ്, നമ്മുടെ മധ്യനിരയുടെ നേതാവ്. ആ ഫുൾ നിയന്ത്രണം പുള്ളിയുടെ കയ്യിലാണ്. പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ അത്യാവശ്യം നല്ല മികച്ച സേവ് നടത്തുന്നതാണ്. കോബൽ എന്നാണ് പുള്ളിയുടെ പേര്. പ്രതിരോധ നില വളരെ 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 ശക്തരാണ്. അതുപോലെ ഭയങ്കര അച്ചടക്കത്തോട് കളിക്കുന്ന ടീമാണ് അവർ. പ്രധാന താരങ്ങൾക്ക് ചെറിയ പരിക്കുണ്ടെങ്കിലും ഇത് എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ അവരുടെ പ്രധാന ശക്തി എന്നുള്ള ശക്തമായ പ്രതിരോധം തന്നെയാണ്. ടീം വർക്കാണ് അവരുടെ പ്രാധാന്യം, അല്ലാണ്ട് ഒറ്റ ഒരാൾക്കൊന്നല്ല. കൗണ്ടർ അറ്റാക്കിൽ അപകടകാരികൾ എന്ന് പറയാം. മിഡ്ഫീൽഡിൽ മികച്ച നിയന്ത്രണ ടീമാണ്. എളുപ്പത്തിൽ ഗോൾ വഴങ്ങാത്ത ടീമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം, പ്രതിരോധം. അതായത് ഡിഫെൻഡിങ് ഭയങ്കരമാണ്, ഗോൾ വഴങ്ങാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടീമാണ്. പ്രധാന ദൗർബല്യങ്ങൾ എന്ന് പറയുന്നത് ചില വലിയ മത്സരങ്ങളിൽ അവർ ഗോൾ ഇതുവരെ നേടാറില്ല. വലിയ മത്സരങ്ങൾ എത്തുമ്പോൾ അവർക്ക് എന്തോ പേടിയാണോ ടെൻഷനോ, വലിയ ടീമുകളായിട്ട് കളിക്കുമ്പോൾ ഭയങ്കര ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന പോലെയാണ് പല കളിയിലും തോന്നിയിട്ടുള്ളത്. പിന്നെ അർജന്റീന പോലെ മികച്ച ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ എന്താകും ഇവരുടെ എന്നറിയില്ല. ഇവർ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങുമോ എന്നറിയത്തില്ല. അനുഭവ സമ്പത്തിൻ്റെ കാര്യത്തിൽ അർജന്റീന ഒരു പിടി മുന്നിലാണ്, എല്ലാവർക്കും അറിയാവുന്ന. അനുഭവ സമ്പത്തിലും തോൽവിയുടെ നിന്നും മുന്നിട്ടും പരാജയം മുന്നിൽ കണ്ടിട്ട് അവർ വിജയിച്ച ടീമാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സ്വിറ്റ്സർലൻഡിനെ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നറിയത്തില്ല. പ്രധാനമായും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കളികളുടെ പ്രധാനമായ താരങ്ങൾ മെസ്സി തന്നെയായിരിക്കും. മെസ്സിയുടെ നിയന്ത്രണം തന്നെയായിരിക്കും. മെസ്സിയുടെ കയ്യിൽ എത്രത്തോളം പന്ത് എത്തുന്നു അത്രത്തോളം സ്വിറ്റ്സർലൻഡിന് ദോഷകരമാകും. പിന്നെ നമ്മുടെ ഗോൾ കീപ്പർമാരുടെ പ്രകടനം, എത്രത്തോളം ഗോൾ കീപ്പർമാർ സ്ട്രോങ് ആയിരിക്കണോ അതായിരിക്കും ടീമിൻ്റെ എന്താ പറയുക നിർണ്ണയിക്കുന്ന ഏതൊരു ടീമിനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ. മെസ്സിക്ക് ചെറിയൊരു സ്പേസ് കിട്ടിയാൽ മതി, അത് വളരെ അപകടം ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം. മെസ്സിനെ നിയന്ത്രിക്കുന്നത് അത്രത്തോളം ഇരിക്കും സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു തുടക്കം. പിന്നെ മെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെസ്സി ഒരു സാധാരണക്കാരൻ ആളല്ല. കാരണം ഏതൊരു അപകടഘട്ടത്തിനും ടീമിന് മുന്നോട്ട് നയിക്കാൻ ശക്തനായ ഒരു ക്യാപ്റ്റൻ കൂടിയാണ്. മത്സരത്തിൻ്റെ ഗതി മുഴുവൻ മാറ്റാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ ആദ്യ ലക്ഷ്യം നമ്മുടെ മെസ്സിയെ നിയന്ത്രിക്കലായിരിക്കും. മെസ്സിനെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഇനി അവർക്ക് ഒരു എന്താ പറയുക ഈ കളിയിൽ അടുത്തൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ പ്രവചനം എന്ന് പറയുന്നത് അർജന്റീന കഷ്ടപ്പെട്ട് ജയിക്കും എന്ന് തന്നെയാണ്. നമ്മുടെ അവസാന മത്സരത്തിൽ പോലെ അവസാന നിമിഷം ഒരു ഗോളടിക്കും, അങ്ങനെ 3-2 ജയിക്കും. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങനെ തോൽവി സ്വിറ്റ്സർലൻഡിന് നേടാൻ സാധിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതുന്നില്ല. കാരണം അത്ര നല്ല ടീമാണ്. 2-2 സമനില, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും 2-2 സമനിലയിൽ നിന്ന് അവസാനം ഒരു എക്സ്ട്രാ ടൈമിലോ മറ്റോ ഒരു ഗോളടിച്ച് അങ്ങനെ 3-2 നമ്മുടെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകും എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും ഇല്ല, പെനാൽറ്റി ഷൂട്ടൗട്ട് ആവില്ല. എക്സ്ട്രാ ടൈമിൽ 3-2 കളി ജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സെമി ഫൈനലിലേക്ക് അർജന്റീന കടക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ 3-2 നമ്മുടെ അർജന്റീന സ്വിറ്റ്സർലൻഡിൻ്റെ മണി കടന്ന് വിജയിക്കും എന്നാണ്. അതൊരു എന്താ പറയുക, തിരിച്ചൊരു അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഫോമിൽ തോന്നില്ല. കാരണം മെസ്സിയും കുട്ടിയും അമ്മാതിരി നല്ല കളിയാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിമിഷത്തിൽ ഇന്ന് വരെ കളിച്ച കളികളിൽ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് അർജന്റീന തന്നെ ജയിക്കുമെന്നാണ്. 3-2 ജയിക്കും എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം വീഡിയോകളുമായി ഇനിയും വരും. അപ്പോൾ പൂർണ്ണമായും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഓക്കെ, ബൈ.